ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു മധുരമുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് പെരുന്നാൾക്ക് ബിരിയാണിക്കും മന്തിക്കെല്ലാം അടിപൊളിയായിട്ടൊരു കോംബോ ആയിട്ട് പോകുന്ന ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ്. ആ അച്ചാർ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അച്ചാറിന് മുറിക്കുമ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ടൊരു പാത്രത്തിലിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് ഇന്ന് രാത്രി വെച്ചിട്ട് നാളെ ഉച്ചക്കാണ് എടുത്തത്. അങ്ങനെയാണ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഈ മാങ്ങ നമുക്ക് ഇതെല്ലാം പിടിച്ചിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അങ്ങനെ അടച്ച് പുറത്തുതന്നെ ഇരിക്കട്ടെ. വിനാഗിരിയെല്ലാം ഒഴിച്ചുകൊണ്ട് മോശമൊന്നും ആയിപ്പോയില്ല. പിന്നെ പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞാൻ ഇത് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം നല്ലോണം ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതിങ്ങനെ പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം പൊട്ടി വന്നിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് തണുത്തതിന് ശേഷം പൊടിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് അതിൽ എണ്ണ നല്ല ചൂടായതിനു ശേഷം 1/4 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മാങ്ങൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം അതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പോൾ ആ നേരം ഞാൻ ഈ മറ്റേ കടുക്, ഉലുവ, ജീരകമുള്ള മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ടായിന്. ഇതൊരു തരിതരിയായിട്ട് പൊടിക്കണം, അല്ലാണ്ട് ഭയങ്കര പൗഡർ പോലെ പൊടിച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഈ പൊടിച്ച മിക്സിനെയും കൂടെ ഞാൻ ഇത് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണ് ശർക്കര പൗഡറും ഒരു 6-7 ഈത്തപ്പഴം അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുത്തതിൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ട് ഓണായെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ ഓണായിട്ടുണ്ടായിട്ട. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാർ. എന്തായാലും വീഡിയോ ഇഷ്ടമായവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളെ ബിരിയാണിക്കും മന്തിക്കെല്ലാം ഇത് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ അച്ചാർ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി അച്ചാറാണ്. നമുക്ക് അച്ചാർ പിന്നെ ഇത് വിൽപ്പനയിൽ ചെയ്യുന്നവരെല്ലാം ഇല്ല, അവർക്കെല്ലാം നല്ല സെയിലായി പോകുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഞാനിത് ഈ അച്ചാറിനെല്ലാം ഒന്ന് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇത് 2 ബോട്ടിലേക്കാണ് മാറ്റി കിട്ടിയത്. അപ്പോൾ മാങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും ആ തീയിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ മാങ്ങ വെന്ത് വരണ്ടെന്നുള്ളവർക്ക് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് വെന്ത് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.